ഇതെന്താ? സുനിത എവിടെയുള്ളത്? മേക്കപ്പ് റൂമിലുണ്ട്. എടാ, കണ്ടിട്ട് മനുഷ്യനെ പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ കൈ പോലും വെക്കാതെ കണ്ണ് ഞോണ്ടി എടുത്തു കളഞ്ഞില്ലേ? അതും നമ്മുടെ ചേട്ടന്റെ കണ്ണ്. ഞാൻ സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നിന്റെ സേഫ്റ്റി നീ നോക്ക്. വാ പോകാം. എടാ അളിയാ, ഇനി 10 മിനിറ്റേ ഉള്ളു. അടുത്ത വായിക്കോട്ടെ വരും. അതിന് മുമ്പേ നമുക്ക് പോകാം. വാ. ഒന്ന് അകത്ത് പോയി കണ്ടിട്ട് വരാടാ. പോകാനൊരു 1/2 മിനിറ്റ്, വരാനൊരു 1/2 മിനിറ്റ്, കൂടി പോയാൽ അവളുടെ കൂടെ ഒരു 1.5 മിനിറ്റ്, പിന്നെ 7:30 ബാക്കിയുണ്ട് മച്ചാനെ. ട്രൂ, കൺഫേം ആയിട്ട് നിനക്ക് 7:30 ശരിയാന്ന് എനിക്കറിയാം. എന്തിനാണ് നെഗറ്റീവ് സംസാരിക്കുന്നത്? വി ഹാവ് എനഫ് ടൈം മച്ചി. പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ ബൈ. എന്തൊക്കെ നടക്കാൻ പോകുന്ന ആർക്കറിയാ. സുനിത വേഗം റെഡിയാകും. ഞാൻ പോവുക, അടുത്ത നീയാ. സോറി. എടി വേഗം വരണേ. സുനിത, ഞാൻ വന്നു, നിന്നെ കണ്ടു, നമ്മുടെ പ്രണയം സത്യമാണ്, ഞാൻ പ്രൂവ് ചെയ്തു, ഞാൻ പോയിട്ട് വരാം. അപ്പോ ഈ വള്ളി ഒന്ന് കെട്ടിത്തരാമോ? ഒന്ന് വേഗം. ഇട്ടുതരാം. സമയം പോണു, വേഗം കെട്ട്. കെട്ടാൻ പറ്റുന്നില്ല. ശരിക്കും കയ്യിൽ കെട്ടാനായിട്ട് കിട്ടുന്നില്ല. അതൊക്കെ കിട്ടുന്നുണ്ട്, എനിക്കറിയാം. നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാ. കണ്ടുപിടിച്ചല്ലേ. ഞാൻ പല്ലുകൊണ്ട് ശരിയാക്കി തരാം. കടിക്കണോ? എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ചുരുണ്ട മുടി സൂപ്പർ. ചുരുണ്ടതല്ല, കേളി. തൊടാൻ പാടില്ല. ഇതിനു വേണ്ടി 4 hours കഷ്ടപ്പെട്ട് തനിയെ ഓരോരോ മുടിയും എടുത്ത് സെറ്റ് ചെയ്തിരിക്കുക. ആകെയുള്ളത് 2 മിനിറ്റ് ആണല്ലോ. തലമുടിക്ക് തന്നെ 4 മണിക്കൂറോ? ഈ വള എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലെങ്കിൽ മാറ്റാം. കൊള്ളത്തേയില്ല, മാറ്റിക്കോ. ഈ ചുട്ടി എങ്ങനെയുണ്ട്? അയ്യേ, ഒട്ടും കൊള്ളൂല, മാറ്റിക്കോ. ഈ ഡ്രസ്സോ? അയ്യേ, സത്യമായിട്ട് ഒന്നിനും കൊള്ളില്ല. ഇപ്പൊ തന്നെ ഊരിക്കോ. നീ എന്തൊക്കെയാ മനസ്സിൽ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. അയ്യോ, ടൈം ആയല്ലോ. അയ്യോ, എനിക്ക് സമയം. ഞാനും പോട്ടെ. ഞാൻ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കുക. അതിന് നിനക്ക് എന്തിനാ ടെൻഷൻ? എനിക്കുള്ള ടെൻഷൻ അയ്യോ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ശരിയാക്കാം. ഞാൻ തന്നെ നിന്റെ ടെൻഷൻ ഇപ്പൊ മാറ്റിത്തരാം. എന്താ എനിക്ക് ഇവിടുന്ന് പോണം? എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതെന്താ ആടിനെ പോലെ കാണിക്കുന്നേ? വായും മൂക്കും കാതു അനക്കുന്നുണ്ടോ? സമയമായി. മൂട് വരാൻ പറ്റിയ സമയമാണോ ഇത്? ഇനി 3 മിനിറ്റേ ഉള്ളൂ. Go. 1 അയ്യോ, ഓടിക്കോ. എന്നാ കാണാൻ പറ്റുമോ? പ്രേതം പോലെ ഉണ്ടടാ. Next contestants on stage, Miss Sunita. हो गया है रास्ता. സുനിതേ. ഇതാണ് മോനെ ആഫ്രിക്കൻ ഹെയർ സ്റ്റൈൽ. ചവറ് തലയിലുണ്ടാവും, പക്ഷെ തറയിലുണ്ടാവാൻ പാടില്ല. ഈ തത്വം പറഞ്ഞ സുനിതയ്ക്ക് ഫസ്റ്റ് പ്രൈസ്. കോട്ടുവ ഇത്ര വലിയ ദുരന്തമായിരുന്നു എന്താ എന്നോട് മുന്നേ പറയാഞ്ഞേ? ഓൾറെഡി ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ആണ്. ഇതുകൂടി പറഞ്ഞ എന്നെ ഇട്ടേച്ച് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. എന്താ നീ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നേ? അടുത്ത് വരുമ്പോ തന്നെ നിനക്ക് വെപ്രാളല്ലേ? പിന്നെ നീ എങ്ങനെയാ എക്സ് ലെവൽ കഴിയുന്നേ? തിയേറ്ററിൽ പോയി സിനിമ കണ്ടു, പോപ്കോൺ കഴിച്ചു. അതെ, നീ വെറും സിനിമ മാത്രമായിരിക്കും കണ്ടിരിക്കുന്നേ. അതിനാ ഒരു സെക്കൻഡ് ഹാൻഡ് കഥ. അല്ല, സെയിം പാക്കറ്റിൽ നിന്ന് പോപ്കോൺ കഴിക്കുന്ന കൈയൊക്കെ ഒന്ന് ടച്ച് ആവില്ലേ? പോപ്കോൺ കഴിച്ചതിന് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഞാൻ 15ാമത്തെ ഹാൻഡാ. ഐസ്ക്രീമും പിസയും എല്ലാം കൂടി ചേർത്താ സെഞ്ചുറി അടിക്കും ഞാൻ.
അതുമല്ല, മാങ്ങയും കൂടെ കഴിച്ചിട്ടുണ്ട്. മാങ്ങയോ? ഈ മുളക് പൊടിയിട്ട മാങ്ങയല്ലേ? ഓ, അപ്പൊ ഞാൻ ഓക്കെ ആണല്ലേ? ഓക്കേ, വാ. ചേട്ടാ, പുതിയൊരു കൂളിംഗ് ഗ്ലാസ് ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. ദാ ഇവിടെ. ഇനി കൊടുങ്കാറ്റ് വീശിയാലും ഈ കണ്ണാടി പൊട്ടില്ല ചേട്ടാ. ശരി ശരി, സൂക്ഷിച്ചു വെക്കണം. ചേട്ടാ, ആ ഉണ്ടക്കണ്ണം പറഞ്ഞ മൊത്തം സത്യവാ. അവൻ മാത്രമല്ല പ്രേതം, അവന്റെ കൂടെ ഉള്ള ആ പെണ്ണും പ്രേതമാ. ആ പെണ്ണിന്റെ മുഖവും തലമുടി എല്ലാം കൂടെ ഓർക്കുമ്പോ എനിക്ക് രോമാഞ്ചം കേറുന്നു. ചേട്ടന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് ആലിലെ കണ്ട എന്നുള്ള പാട്ടാ ഓർമ്മ വരുന്നത്. ആലിലെ കണ്ട നിന്റെ ഇങ്ങിതാടാ, ഞാൻ കൊടുത്തോളാം. ഈശ്വരനില്ലെന്ന് പറഞ്ഞാൽ കൂടെ വിശ്വസിക്കാം. പക്ഷെ പ്രേതത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഉഷാറാണ്. എടാ, കാപ്പി ഇല്ലടാ? ഉണ്ട് ചേട്ടാ. ഇന്നാ ചേട്ടാ കുടിക്കേ. ചേട്ടാ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ പിടിക്കുക ചേട്ടാ. ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ. ഇത് തന്നെ. കുടിച്ചോ 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 കുടിക്കേ. ഇങ്ങതാ ചേട്ടാ. എടാ, ഒരു സിഗരറ്റ് ഞാൻ തരാം. എന്നെ പണി കാണിക്കുന്നത്? ചേട്ടാ, സിഗരറ്റ് തിരിച്ചാ വെച്ചിരിക്കുന്നത്. ചേട്ടാ, മിനിസ്റ്ററാ വിളിക്കുന്നേ. ഞാൻ സംസാരിച്ചോളാം. സാറേ, പറഞ്ഞോ സാറേ. ഇത് ചേട്ടൻ്റെ കണ്ണിലെ എന്നോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഉണ്ട്. ശരി സാറേ, ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ചേട്ടാ, മിനിസ്റ്റർ മീറ്റിങ്ങിന് വിളിക്കുന്നു. എടാ മരമണ്ട, ഇപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പോയി കൂളിംഗ് ഗ്ലാസ് ഗുണയല്ല കുരുടൻ ഗുണയാന്ന് പറയണമെന്നാണോ പറയുന്നത്? ചേട്ടാ, പോയില്ലെങ്കിൽ തെറ്റായി പോവും. കണ്ണടിച്ച് പോയ വിവരം നമുക്കല്ലേ അറിയത്തുള്ളൂ, അവർക്കറിയത്തില്ലല്ലോ. അറിയിക്കാതിരുന്നാ മതി. എങ്ങനെയാടാ? അതിനൊരു ഐഡിയ ഉണ്ട്. എടാ, ഇവനാണ് റൗഡി കൂളിംഗ് ഗ്ലാസ് ഗുണ. എന്താ പണിയാ? കണ്ടില്ലേ ചേട്ടന് മുമ്പിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നിൽക്കുന്നത്? ചേട്ടാ, ആ വലതുകാലം എടുത്ത് വെച്ചേ, ഞാനൊന്ന് കാണട്ടെ. വീഴാതെ നടക്ക് നടക്ക്. നടന്നു. ലെഫ്റ്റ് ലെഫ്റ്റ്. ഗുഡ് മോർണിംഗ് സാറേ. വിഷിങ് കൊടുത്തേക്കെ. ഇതെന്നെ കർത്താവിനെ പോലെ കൈവൊക്കെ നിൽക്കുന്നേ. ഏത് സൈഡാ നിൽക്കുന്നതെന്ന് നീ പറഞ്ഞാൽ. അവൻ പുറകെ കൂടെ പോയപ്പോ മുന്നിൽ കൈവൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ തന്നെ പൊട്ടക്കണ്ണനാന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ്. അതാ ചേട്ടാ, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനേ? അത് ശരിയാകത്തില്ല, അത് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞില്ലേ? അണ്ണൻ അറിഞ്ഞ എന്ത് വിഷയമാവുന്നറിയോ? ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് വേണ്ടി എവിടെ വന്നത്? നോക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ചേട്ടാ, മിനിസ്റ്റർ. നമസ്കാരം സാറേ. എന്തൊക്കെയുണ്ട് ഗുണ? സുഖം തന്നെയല്ലേ? മണിക്കുട്ടനല്ലേ? നിന്നെ കാണാൻ മിനിസ്റ്ററെ വെയിറ്റ് ചെയ്യിക്കുമല്ലേ? തങ്കപ്പൻ ചെട്ടിയാർ. ഇരുന്ന് സംസാരിക്കാം. ഓ, ഇരിക്കാലോ. ചേട്ടാ, എന്തുവാ ഇത്? ശോഭയാന്നും പറഞ്ഞ് നിലത്തോട്ടിരിക്കുന്നേ. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്തേക്കരുത്. വാ, നടക്ക നടക്ക്. മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റ് 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 പോട്ടെ. വണ്ടി പോട്ടെ. അങ്ങനെ പോട്ടെ. ശരി, അങ്ങനെ പോട്ടെ. ഒരു കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. അവിടോട്ട് പതുക്കെ ഇരുന്നോ. അത് തന്നെ ഇരുന്നോ. ഗുണ, നിന്നോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാലോ. എടാ മോഹന. എന്നാ ചേട്ടാ? നീ കുറച്ചേരുന്ന് പുറത്തേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കാൻ നിന്നില്ലേ സംഗതിയാകെ കുളമാകും. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ, ഈ ചേട്ടൻ നോക്കിക്കോളാവുന്ന, നീ പോടാ. നിങ്ങൾ നോക്കുവോ നോക്കായിരിക്കും, എന്തേലുമൊക്കെ കാണിച്ചു കൂട്ടല്ല. ഇപ്പൊ എന്നാ ചെയ്യുന്നത്? ഓക്കെ. എന്നാ തുടങ്ങാം. ഗുണ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റോ? ഓക്കെ. നിങ്ങൾ പറയുന്ന പോലെ ചാടിക്കയറി അവനോട് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല. അവനൊരു പ്രത്യേക ടൈപ്പാ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനാ? വന്ന കാര്യം എന്താന്ന് പറ, നമുക്ക് സംസാരിച്ച് തീർക്കാലോ. എന്താ മണിക്കൂട്ട, എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ദാമോദര പിള്ളേ, ഞാൻ ആദ്യ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി തുറിച്ചൊരു നോട്ടം കണ്ടു. ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ഒരുപാട് ജോലിയുള്ള ആളാ, സമയം കളയാനില്ലെന്നേ. എനിക്ക് എന്തെല്ലാം പരിപാടികളാണെന്നറിയോ? ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ. എന്താണെന്ന് പറഞ്ഞേ.
ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് ആർക്കും ഒന്നും മിണ്ടാനില്ല. എന്നോടൊന്ന് തുറന്നു പറ. എന്റെ ചിറ്റപ്പത് നമ്പറാന്ന് തോന്നുന്നു. എന്താ കാര്യം എന്ന് പറ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അല്ലെങ്കിൽ ഞാൻ വായും പോത്തിട്ട് ഒറ്റ പോക്കങ്ങ് പോകും. എന്തോ പിച്ചും പേയും പറയാന്ന് തോന്നുന്നു. എന്താ ഗുണ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്? സംഗതി കുളവായല്ലോ. എന്നെ ഒറ്റക്കിട്ടിട്ട് ഈ തെണ്ടികൾ മൂന്നും പോയി. അത് നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ എനിക്കെന്താ അതായിക്കൂടെ? കണ്ടു ഞാൻ എന്തോ കുശു കുശു കുശാന്ന് പറയുന്നത്. ദേ നോക്ക്, എനിക്ക് ഈ സാവകാശം സംസാരിക്കുന്ന ഇഷ്ടമല്ല. എന്താ കാര്യമെന്ന് പറയുന്നേ? ഞാൻ വന്ന വഴിക്ക് എന്റെ കാര്യം തീർത്തിട്ട് പോയേക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. ആ കിട്ടണ വാസുവിന്റെ സ്വത്ത് നിന്റെ പേരിൽ എഴുതി വാങ്ങിയല്ലോ. അതിനെന്താ? അത് ഈ മന്ത്രിയുടെ പേരിലല്ലേ എഴുതണ്ടേ? കമ്മീഷനല്ലേ ഉള്ളൂ നിനക്ക്. അപ്പോ ആ കൊലക്കേസ് കൂടെ മിനിസ്റ്ററുടെ പേരിലങ്ങ് ആക്കിയാൽ എന്താ കുഴപ്പം? ആ കേസെല്ലാം മാറ്റി കുഴിച്ചു മൂടി കളഞ്ഞില്ലേ ഞാൻ. പിന്നെ ഈ കാര്യത്തിന് എന്താ നിനക്ക് പ്രശ്നം? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള റൗഡികളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാ ഇത് കൊളമാവൂ. നീ ആരുടെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നത് ആലോചിക്കണം. നീ ആരാണ്? നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. ഏതോ ഒരുത്തനെ അടിച്ചപ്പോ ഈ നാട്ടിലൂടെ മുഴുവൻ ചെട്ടിയിട്ടുണ്ടോടിയെന്ന് നീ മറന്നുപോയോ? എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഗുണമെന്നൊരു പേരും. നീയൊക്കെ റൗഡി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കരുത്. എന്താടാ പറഞ്ഞത്? എന്താ ഗുണ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഞാനൊരു മന്ത്രിയാണെന്നുള്ള കാര്യം നീ മറന്നു പോരുത്. സാറി ഇരിക്കി, സമാധാനമായിരിക്കും. എന്താടോ ഇത്? എന്ത് കുന്താലും ആട്ടെ, ആ മുദ്രപത്രം എടുത്തോണ്ട് വാ. ഒപ്പിട്ട് തോലച്ചേക്കാം. ദാ പത്രം, അടുത്ത പേന കഴിപ്പുണ്ട്. എന്താ ചെയ്യുന്നത്? ഇതുപോലെ എന്താ ഗുണത്? പെണ്ണിന്റെ പുറത്താണ് ഒപ്പിട്ട് പഠിക്കുന്നത്. അത് പേന തെളിയുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. എവിടെ ഇടണ്ടേ? ഒന്ന് കാണിച്ചു കൊടുക്ക്. ദാ ഇവിടെ. ഇവിടെയാണോ? ദാ ഇവിടെ. ഓ ഇവിടെ ഇവിടെ. ഇവിടെ. ഇങ്ങനെ എന്റെ പേരില് ഇവിടെ അല്ലേ? എന്താടോ ഇത്?